നിങ്ങളുടെ ഫാമിലി ലൈഫിൽ മൊത്തം വിഷയങ്ങളാണോ? നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ വിഷയങ്ങളുണ്ടോ? ഫുൾ അടിയാണോ നടക്കുന്നത്? ഒരു സമാധാനവുമില്ലേ? എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോൾ ദേഷ്യം വരുന്നു ആ സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങളൊരു ഷോർട്ട് ടെമ്പേർഡായ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആളായിരിക്കാം. നിങ്ങൾ ഇവിടെ പരിശീലിക്കേണ്ടത് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിശബ്ദത പാലിച്ച് ശാന്തമായിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയും തീർച്ചയായിട്ടും നിശബ്ദനാകുമെന്നുള്ളതാണ്. ശാന്തനായി അയാളും ചിന്തിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ തീർച്ചയായിട്ടും കഴിയും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരിഗണന ലഭിക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റേ ചെയ്യരുത് എന്നുള്ളതാണ്. അവിടെ പിന്നെ നിൽക്കരുത്. ആ പരിഗണനയ്ക്ക് വേണ്ടി യാചിക്കരുത് എന്നുള്ളതാണ്. പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നില്ല, വിത്തിൻ സെക്കൻഡ് നിങ്ങൾ വിട്ടുപോരുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്സായിട്ട് ഞാൻ പറയുന്നത്. ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിശബ്ദമായിട്ടിരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. അതായത് സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. നിശബ്ദത എന്നുള്ള മരുന്നാണ് ഇവിടെ മൂന്നാമത് നമ്മൾ പ്രയോഗിക്കേണ്ടത്. സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർക്കൊരു പരിഗണന നമ്മൾ കൊടുക്കുന്നു എന്നും അവരുടെ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമെന്നും അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ്, പൊട്ടിത്തെറിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് പരിഗണന ലഭിക്കാത്ത സ്ഥലത്ത് നിൽക്കരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിശബ്ദമായിട്ടിരുന്ന് കേൾക്കുക എന്നുള്ളതാണ്.